മോദിയുടെ മലേഷ്യ സന്ദർശനത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പാടുണ്ടാകുന്നത് ചൈനയ്ക്കാണ്. ചൈന ഭയക്കണം. മോദിയുടെ മലേഷ്യൻ സന്ദർശനം ചൈനയ്ക്ക് പാരയാകും എന്ന് സൂചന. അതിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനം, മലേഷ്യയുടെ കയ്യിലുള്ള സുഖോയ് 30 വിഭാഗത്തിൽപ്പെടുന്ന പഴഞ്ചൻ യുദ്ധവിമാനം പരിഷ്കരിക്കാം എന്ന മോദിയുടെ വാഗ്ദാനമാണ്. പ്രതിരോധ രംഗത്തെ സഹകരണം, ഒപ്പം ചൈനയ്ക്കുള്ള വിരട്ടൽ, അതുകൂടിയാണ് നരേന്ദ്രമോദിയുടെ ഈ വാഗ്ദാനത്തിന് പിന്നിൽ എന്നത് വ്യക്തം. ഇവിടെ വിജയിച്ചത് മോദിയുടെ നയതന്ത്രമാണ്. ചില പഴയ കാര്യങ്ങളൊന്ന് ചികഞ്ഞു പോയാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയും മോദിയും ശത്രുവായി കണ്ടിരുന്ന, ചൈനയെ പങ്കാളിയായി കണ്ടിരുന്ന മലേഷ്യ എന്ന മുസ്ലിം രാജ്യം. ഈ രാജ്യത്തെ ഇപ്പോൾ തനിക്ക് അനുകൂലമായി തിരിക്കാൻ സാധിച്ചത് മോദിയുടെ നയതന്ത്ര വിജയത്തിലെ വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. മലേഷ്യ സന്ദർശനത്തിൽ ചൈനയെ നേരിടാനുള്ള ആയുധം എന്ന നിലയിൽ മലേഷ്യയുടെ പക്കലുള്ള സുഖോയ് യുദ്ധവിമാനങ്ങളെ പരിഷ്കരിച്ച് നൽകാനുള്ള വമ്പൻ കരാറിനെ ഉറ്റുനോക്കുകയാണ്. ശനിയാഴ്ച മലേഷ്യയിൽ എത്തിയ നരേന്ദ്രമോദി പ്രതിരോധ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കുക വഴി മലേഷ്യയെ ചൈനയ്ക്കെതിരായ ഗ്രൂപ്പിൽ നിർത്താനാണ് ഇന്ത്യ ശ്രമിക്കുക. മലേഷ്യയുടെ കയ്യിലുള്ള സുഖോയ് 30 വിഭാഗത്തിൽപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ കാലഹരണപ്പെട്ടവയാണ്. ഇവയുടെ നവീകരണത്തിനും പുതിയ സാങ്കേതിക വിദ്യകൾ ചേർത്ത അപ്ഗ്രേഡിനും മിഡ് ലൈഫ് അറ്റകുറ്റപ്പണികൾക്കുമുള്ള സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി പി കുമാരനാണ് വെളിപ്പെടുത്തിയത്. ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാവുന്ന യുദ്ധവിമാനമാണ് സുഖോയ് 30. പ്രതിരോധത്തിന് പുറമെ ഡിജിറ്റൽ മേഖലയിലും സെമി കണ്ടക്ടർ രംഗത്തും സഹകരണം ഉറപ്പാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ നിർമ്മിക്കുന്ന ഡോണിയർ വിമാനങ്ങൾ മലേഷ്യയ്ക്ക് വിൽക്കുന്നതിനെ കുറിച്ച് ആലോചനയിലുണ്ട്. മലേഷ്യയുടെ സ്കോർപിയൻ അന്തർവാഹിനികൾ നവീകരിക്കുന്ന കരാർ ഏറ്റെടുക്കാനും ഇന്ത്യ ശ്രമിക്കുന്നു. നിലവിലുള്ള സ്കോർപിയനിൽ പുതിയ സാങ്കേതിക വിദ്യയോ ആധുനിക ഇലക്ട്രോണിക് സംവിധാനമോ ചേർക്കാനുള്ള റെട്രോഫിറ്റിംഗ് കരാറിനും ഇന്ത്യ ശ്രമിക്കുന്നു. ഇന്ത്യൻ കപ്പൽശാലകളിൽ മലേഷ്യയ്ക്ക് വേണ്ടി കപ്പലുകൾ നിർമ്മിക്കാനോ വിതരണം ചെയ്യാനോ ഉള്ള കരാറിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നും ഇന്ത്യ വിശ്വസിക്കുന്നു. മലേഷ്യയിലെ ഇന്ത്യൻ വംശജരായ സമൂഹവുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി നിരവധി സംരംഭങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യ എപ്പോഴും നിങ്ങളെ തുറന്ന കൈകളോടെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ചരിത്രപരമായ ഒരു തീരുമാനം എടുത്തത്. 6ാം തലമുറ വരെ ഇന്ത്യൻ വംശജരായ മലേഷ്യൻ പൗരന്മാർക്ക് ഞങ്ങൾ OCA കാർഡ് യോഗ്യത വിപുലീകരിച്ചു. ഇന്ത്യൻ സ്കോളർഷിപ്പ് ട്രസ്റ്റ് ഫണ്ടിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരുവള്ളുവർ സ്കോളർഷിപ്പും ഞങ്ങൾ നൽകും. ഇന്ത്യയെ അറിയുക പരിപാടിയിൽ നിങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് മോദി പറഞ്ഞു. മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിൽ കിടക്കുന്ന മലാക്ക കടലിടുക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. ലോകത്തിലെ 40% ചരക്ക് കപ്പലുകളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. അത്രയ്ക്ക് തന്ത്ര പ്രാധാന്യമുണ്ട് മലാക്ക കടലിടുക്കിന്. ഇവിടെ ചൈനയുടെ ആധിപത്യമാണുള്ളത്. അത് കുറയ്ക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. അതിനുള്ള വഴിയൊരുക്കാൻ ഒരു സുപ്രധാന നാഴികക്കല്ല് തന്നെയാണ് മലേഷ്യയുമായുള്ള ഗാഢ സൗഹൃദം. മലാക്ക കടലിടുക്കിൽ ആധിപത്യം നേടിയാൽ അത് വലിയ കരുത്താണ് ഇന്ത്യക്ക് സമ്മാനിക്കുക. ഇന്ത്യയുടെ കിഴക്കൻ ഏഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള തന്ത്രത്തിൽ മലാക്ക കടലിടുക്കിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇത് മലേഷ്യയിൽ നിന്നും വരുമാനം നേടുക എന്നതിനേക്കാൾ ചൈനയ്ക്കെതിരായ ചേരിയിൽ മലേഷ്യയെ നിലനിർത്തുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ തന്ത്രം. ഒരു കാലത്ത് ഇന്ത്യയും മോദിയും ഒന്നും വേണ്ട, ചൈനയോട് ചേർന്ന് നിന്ന മലേഷ്യ കഴിഞ്ഞ എത്രയോ നാളുകളായി ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായി മാറി എന്നത് ഏഷ്യയുടെ അധികാര സമവാക്യത്തിൽ ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യും. സാംസ്കാരിക ബന്ധങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് മലേഷ്യയിലെ ഇന്ത്യൻ വംശജരായ സമൂഹത്തെ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു ജീവനുള്ള പാലമായി പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചു. പങ്കിട്ട ഭക്ഷണ പാരമ്പര്യങ്ങൾ, ഭാഷാ സമാനതകൾ, മലേഷ്യയിലെ ഇന്ത്യൻ സംഗീതത്തിന്റെയും സിനിമകളുടെയും ജനപ്രീതി എന്നിവയെക്കുറിച്ച് മോദി സംസാരിച്ചു. ഇതിഹാസ MGRന്റെ തമിഴ് ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഗാനങ്ങളോടുള്ള അൻവർ ഇബ്രാഹിമിന്റെ ഇഷ്ടവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സന്ദർശന വേളയിൽ അൻവർ ഇബ്രാഹിം മോദിയെ പരസ്യമായി പ്രശംസിക്കുകയും അവരുടെ വ്യക്തിപരമായ ബന്ധം എടുത്തു കാണിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി മോദി, ഞാൻ നിങ്ങളുടെ പോരാട്ടം പിന്തുടർന്നു. ഞാനിത് പറയുന്നു, മോദിജിയുടെയും ഇന്ത്യയുടെയും ഒരു വലിയ വ്യക്തിപരമായ സുഹൃത്താകാൻ സാധിച്ചതിൽ ഞാൻ ഭാഗ്യവാനാണ്. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളാണിത്. പ്രതിനിധിതല ചർച്ചകൾക്കിടെ വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക്കിനെ കൈമാറുന്ന കാര്യത്തിൽ ന്യൂഡൽഹി വീണ്ടും കൊലാലംപൂരിൽ സമ്മർദ്ദം ചെലുത്താൻ ഒരുങ്ങുന്നതായും വിവരങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം സമ്പന്നമായ ഒരു അജണ്ട ഉൾക്കൊള്ളുന്നതാണ്. ഇത് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള പ്രത്യേക പങ്കാളിത്തത്തിന് വലിയ ഉത്തേജനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക സഹകരണം, പ്രതിരോധ സഹകരണം എന്നിവ അജണ്ടയിൽ പ്രധാനമാണ്. ഇന്ത്യ മലേഷ്യ ബന്ധങ്ങൾക്ക് ഇത് പുതിയ ആക്കം നൽകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കർമാനസ്.